നിങ്ങൾ എല്ലാ ദിവസവും സിനിമ കാണുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു അഡിക്റ്റ് ആണ്. യെസ്, യു ആർ ഗെറ്റിംഗ് ഇൻഫ്ലുവൻസ് ഈവൻ വിതൗട്ട് യുവർ നോളജ്. ബട്ട് വെൽക്കം ബാക്ക് ടു NSN. നോ സ്ക്രിപ്റ്റ് നീഡർ. നമ്മുടെ 3rd എപ്പിസോഡാണിത്. ആക്ച്വലി നമ്മൾ എല്ലാ ദിവസവും ഇരിക്കുന്നതിൽ 4 പേരാണ് ഇന്ന് വരേണ്ടത്. ബട്ട് സല്ല് മാത്രം എത്തിയിട്ടുള്ളൂ. കാരണം നമ്മൾ വളരെ ലേറ്റ് നൈറ്റ് ഷൂട്ടാണ് പോകുന്നത്. ആൻഡ് നമ്മളിന്ന് ടോപ്പിക്ക് നമ്മളിത് ബേസിക്കലി പറഞ്ഞ പോലെ തന്നെ യെസ് വളരെ ലേറ്റ് ആയിട്ടാണ് നമ്മുടെ ടോപ്പിക് ആയിട്ട് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മൈക്കെടുത്താ ഓക്കെ, ടോപ്പിക് ആയിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ള തന്നെ. ഇതുപോലെ തന്നെയാണ് മൂവി തിയേറ്റേഴ്സിലേക്ക് ആൾക്കാർ ലേറ്റ് ആയിട്ട് ഓടിക്കരുന്നില്ല. അല്ല, അവന്റെ പ്രശ്നമല്ല അത്. നമ്മൾ 12 മണിക്കാണ് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാത്രി. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം 11 മണിക്ക് വിളിച്ചിട്ടാണ് ഇപ്പൊ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞത്. കാരണം അപ്പോഴാണ് നമുക്ക് സ്ക്രിപ്റ്റ് ഇല്ലാത്തൊരു ടോപ്പിക് കിട്ടിയത്. പിന്നെ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചു വൈ നോ സ്ക്രിപ്റ്റ് നീഡഡ്. കാരണം എന്താ, വേറെ പേരൊന്നും കിട്ടി. ഇത് ഒരു അൺസ്ക്രിപ്റ്റഡ് ടോക്ക് ഷോ ആണ് ബേസിക്കലി. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നമ്മൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു വാസ്റ്റ് കൈൻഡ് ഓഫ് പരിപാടികളൊന്നുമല്ല ഇപ്പൊ നമ്മൾ ബേസിക്കലി പറയാൻ പോകുന്നത്. ഇപ്പൊ നമ്മളെല്ലാരും, ഞാൻ പറഞ്ഞല്ലോ കുട്ടിക്കാലം 5 വർഷം മുന്നേ ഞാൻ ചെറുതായിരുന്നു. അപ്പൊ ആ സമയത്ത് ബേസിക്കലി ഇത് ഞാൻ ഇപ്പോഴും പഴയ മൂവീസ് അങ്ങനെ എനിക്ക് ഇപ്പോഴും ആ ലോജിക്ക് അറിയില്ല. മൂവീസ് ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ആണോ അല്ലെങ്കിൽ ഒരു ഗുഡ് ഇൻഫ്ലുവൻസ് ആണോ? കാരണം എനിക്കറിയില്ല ഒരാൾ സിനിമ കൊണ്ട് മാത്രം നശിച്ചു പോകുന്നുള്ളത്. സിനിമ കൊണ്ട് നശിച്ചു പോകുന്നു പറയാൻ പറ്റില്ല, പക്ഷെ ഇൻഫ്ലുവൻഷ്യൽ ആണ്. അങ്ങനെ അതിപ്പോ ഞാനിപ്പോ എന്റെ പേഴ്സണൽ ലൈഫിൽ നിന്നൊരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ വളരെ കുഞ്ഞായിരുന്ന സമയത്താണ് രാക്ഷസ രാജ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയത്. അപ്പൊ ഞാനൊന്നും ജനിച്ചിട്ടില്ല. ഓ ഐ സി, നല്ല കോമഡി. ഓക്കെ, അപ്പോ രാക്ഷസ രാജ ഇറങ്ങിയ സമയത്ത് എന്താ പറയാ, ഞങ്ങള് ഏതോ തിയേറ്ററിൽ പോയി കണ്ടപ്പോ പപ്പ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. ഞങ്ങള് ഈ രാക്ഷസ രാജാവിലെ ഫസ്റ്റ് ഈ സീനുണ്ടല്ലോ, വില്ലന്മാരെന്തെങ്കിലും ഒക്കെ പറയും. അപ്പൊ കുറച്ചേരം കഴിയുമ്പോഴാണ് മമ്മൂക്ക ഇങ്ങനെ ഡയലോഗ് ആയിട്ട് പറഞ്ഞത്. അപ്പൊ ഫയർ സാധനം വരുന്നത്. അപ്പൊ ഫയർ സാധനമായിട്ട് മമ്മൂക്ക ആദ്യം പറയുന്നത് മറ്റേ തെറിയായിരുന്നു. ബാഡ് വേർഡ് അബ്യൂസ് വേർഡ്. അപ്പൊ തെറി പറയപ്പോ ഫസ്റ്റ് 2 സീനില് ഞാനത് കണ്ടു, മനസ്സിലാക്കി. 3ാമത്തെ സീൻ വന്നപ്പോ പപ്പ പറഞ്ഞത്, മമ്മൂക്ക പറയുന്നതിന് മുന്നേ ഞാൻ ആ ഡയലോഗ് പറഞ്ഞു. സിനിമയുടെ പ്രശ്നമല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അഴുക്ക ചെറുക്കനായതുകൊണ്ടാണ്. അത് നിന്റെ പ്രശ്നമാണ്, സിനിമയുടെ പ്രശ്നമല്ല. ഇൻഫ്ലുവൻഷ്യൽ. അത് ശരിയാണ്. എനിക്കും ഇപ്പൊ ഇൻഫ്ലുവൻസർ പറയാൻ ഇപ്പൊ കിങ് കണ്ട സമയത്ത് പൊടിയില്ലെങ്കിൽ, കിങ്ങിനെ ഞാൻ ചെറുതല്ല, പക്ഷെ കിങ് TV കണ്ടിട്ട് കണ്ട സമയത്ത് നമുക്ക് ആ സ്റ്റൈല് ഭയങ്കര രസമാണ് ഇങ്ങനെ കാണിക്കുന്നത്. മമ്മൂട്ടിയുടെ എല്ലാം ഇൻഫ്ലുവൻസ്. പിന്നെ മോഹൻലാലിനെ ആണെങ്കിലും തോള് ചരിവ് ഞാൻ പലരിലും കണ്ടത്. ഈ ചെറിയ പ്രായത്തിലൊക്കെ നമ്മള് വീട്ടിലൊക്കെ ഇങ്ങനെ ഈ കുറച്ച് സാഹസൊക്കെ കാണുമല്ലോ. നമ്മുടെ ഫാമിലി എല്ലാവരുടെ റൗണ്ട് ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ ചെറിയ പ്രായത്തിൽ എന്നോട് പറയും, നീ ലാലേട്ടനെ പോലെ ഒന്ന് ചരിച്ച് കാണിക്കാൻ പറയും. നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ ചെറിയ പ്രായത്തിൽ ആ സിനിമ, അങ്ങനത്തെ സിനിമ നമ്മൾ കണ്ടോണ്ടാണ് ആ രീതിയിലേക്ക് വന്നത്. പക്ഷേ ഇത് എടുക്കുന്ന ഓരോ മനുഷ്യന്റെ ചിന്താഗതി അനുസരിച്ചാണ് ഇവൻ അത് ഏത് രീതിയിൽ എടുക്കുന്നു എന്നുള്ളതാണ് സിനിമയുടെ. അതൊരു മനുഷ്യന്റെ അവൻ എങ്ങനെ കാണുന്നോ അതേപോലെ അവൻ എങ്ങനെ ഇത് ചിന്തിക്കുന്നു, അതാണ് നമുക്ക്. ഞാൻ പിന്നെ വേറൊരു സ്റ്റഡി ആയിട്ടൊന്നല്ല നമ്മളൊക്കെ എടുത്തിട്ടുള്ളത്. ഒരു പോയിന്റിലാണ് നമ്മൾ ഈ ബ്രെയിൻ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ബേസിക്കലി ഒരാള് ഇതിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആകുന്നത്. പക്ഷെ എനിക്കിപ്പോഴും വളരെ ബാഡ് ഇൻഫ്ലുവൻസിൽ ഇത് പോകുന്നുള്ളതിനോട് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. നമുക്ക് ഒരിക്കലും അത് അങ്ങനെ ആൾക്കാർ എടുക്കൂല എന്ന് പറയാനും കഴിയില്ല. അങ്ങനെ എടുക്കുന്ന ഒരുപാട് ശരിയാണ്. കാരണം ഒരുപാട് ആൾക്കാരുണ്ട്. ദൃശ്യത്തിന് ശേഷം ദൃശ്യം മോഡൽ അങ്ങനെ ഒരു പോലീസുകാരൻ വന്ന് പറഞ്ഞു, ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ആൾക്കാരെ കൊല്ലുന്ന ഈ മോഡലിലായതുകൊണ്ട് അവർക്ക് എളുപ്പമായി ക്യാച്ച് ചെയ്യാൻ. പക്ഷെ നല്ല കാര്യങ്ങളുണ്ട്, സലിനറിയാം. അത് ഇപ്പൊ ഡിപ്പെൻസ് ആണ്. ഇപ്പൊ ഒരാൾ അവിടെ കൊല ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അതുപോലെ ചെയ്യണം ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ ചെയ്യണം എന്ന് തോന്നുന്നത് എനിക്കതിൽ ഭ്രാന്താണെന്നുള്ളൊരു ഇതിലാണ് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ കാർബൺ എന്ന് പറഞ്ഞൊരു മൂവി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ സിനിമ കാണുമ്പോൾ ഞാനിപ്പോ CMA എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ
ആ CMA എന്ന് പറഞ്ഞ കോഴ്സ് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് എഴുതിയിട്ട് പൊട്ടി പരീക്ഷ തോറ്റുകൊണ്ടിരിക്കണേ. അപ്പൊ കംപ്ലീറ്റ് ചെയ്ത് നിർത്താ എന്ന് പറയുന്ന ടൈമിൽ എനിക്ക് തോന്നുന്നു ജനുവരി ടൈമിലാണ് ഇത് കാണുന്നത്. അപ്പൊ ആ റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞിട്ടാണ് ഡിസംബറിൽ എക്സാം എഴുതി ജനുവരിയിൽ റിസൾട്ട് വന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് കാണുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് ആ ക്ലൈമാക്സിന്റെ ആ ഒരു പീക്കില് ഇത് മതിയോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഞാൻ അപ്പൊ തന്നെ അടുത്ത എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ട് ലാസ്റ്റ് ടൈം കൂടി നോക്കാം എന്നുള്ള രീതിയിൽ ആ റിസൾട്ട് കൂടെ കാര്യമില്ല. അല്ല അത് പറഞ്ഞ ശരിയായിരുന്നു. ഇപ്പൊ നീലാകാശ് ഇറങ്ങുന്ന ഒരു ബുള്ളറ്റ് ട്രെൻഡ് അല്ല, അതൊക്കെ നല്ല ഇൻഫ്ലുവൻസാ. റിയൽ ലൈഫിൽ നിന്നും ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. ഇപ്പൊ അന്വേഷിപ്പിൻ കണ്ടെത്തുമല്ലേ, അത് ഞാൻ മറ്റേ ഒരു പോലീസുകാരൻ ആ പറയുന്ന ഞാനത് കണ്ടേക്കുന്നോണ്ട് എനിക്ക് ആ സ്റ്റോറി പറഞ്ഞപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത്. അപ്പോ നേരെ ഉൾട്ടേ വരുന്നുണ്ട് റിയൽ ലൈഫിൽ നിന്ന് എല്ലാ ഇൻസിഡന്റും കോപ്പി ചെയ്യുന്ന പോലെ. അപ്പോ കുറച്ചൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഏത് വിധത്തില് കാണുന്ന ആൾക്കാർ ഏത് രീതിയിൽ എടുക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഫാക്ടർ. എനിക്ക് ലൊക്കേഷൻസ്, ഐ മീൻ ഒരു ജോഗ്രഫി തന്നെ എഫക്ട് ആവാറുണ്ട്. ഇപ്പൊ ഞാൻ നമ്മളെ ഫസ്റ്റ് എപ്പിസോഡിലും പറഞ്ഞിരുന്നു. കാരണം മട്ടാഞ്ചേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുള്ള് ഒരു, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് അവിടെ ആൾക്കാർ ഭയങ്കര റഫ് ആൻഡ് ടഫ് ആണോ. ഞാൻ 22 വർഷമായി ആ ഏരിയയിൽ താമസിക്കും. പക്ഷെ എനിക്ക് ഇപ്പൊ സലയില് 24 വർഷമായി അവിടെ താമസിക്കണം. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാ. അത് സിനിമയുടെ ഒരു ഇൻഫ്ലുവൻസിലാണ് ബേസിക്കലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് എന്താ പറയാ, അവിടെ ഉള്ളത് മൊത്തം കുറച്ച് റഫ് ആണെന്നുള്ളത് അത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഈ പല സ്ഥലങ്ങളിലെ അത് ബാധിക്കുന്നുണ്ട്. അവിടുത്തെ ആൾക്കാരെ, ജീവിക്കുന്ന ആൾക്കാരെ ഈ മൂവി കാണിക്കുന്ന രീതി. മുംബൈയുടെ ഒക്കെ ഒരു അവസ്ഥയെ നമ്മൾ തന്നെ മുംബൈന്ന് വിചാരിക്കുക ഇതാണ് അണ്ടർ വേൾഡ്. എല്ലാരും മുംബൈ പോയിട്ട് KGF റോക്കി പോലും പോയത്. ഞാനിപ്പോ ആലോചിക്കണായിരുന്നു കൊച്ചിയില് നീ പറഞ്ഞപ്പ കല്യാണം മുടങ്ങിയ ഫസ്റ്റ് എപ്പിസോഡ്. മുംബൈയിലുള്ള ചെക്കന്മാരെന്ത് ചെയ്യുന്നു, അവിടെ ഉള്ളത് ഡോണും മൊത്തം എല്ലാ ക്രിമിനൽസും അവിടെ നിന്നാണ് ചേക്കരുത് എന്നുള്ള രീതി വരുമ്പോൾ അതെ പെർസെപ്ഷൻ എങ്ങനെയാ പോവാ. അല്ല ഞാൻ ഒരു കാര്യം പറയാം. നമ്മളെ എന്റെ ചെറിയ പ്രായത്തിലാന്ന് തോന്നുന്നു ഞാൻ മൃഗ മൂവി കാണുന്നത്. അപ്പൊ അതിങ്ങനെ കാണുമ്പം എനിക്ക് അന്ന് അതിനകത്തൊരു പട്ടി വരുമല്ലോ, മമ്മൂട്ടിയോട് വരുന്നുണ്ടല്ലോ. അപ്പൊ എനിക്കൊന്ന് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ പട്ടികളെ കാണുമ്പോൾ. ഒന്ന് ജർമ്മൻ ഷിപ്പേഡ് CID മൂസൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് ഞാൻ മൃഗ കാണുന്നത്. അപ്പൊ ജർമ്മൻ ഷിപ്പേഡാണെന്ന് തോന്നുന്നത് അതിനകത്ത്. ഇത് ലാസ്റ്റ് മമ്മൂക്ക തന്നെ അതിനെ ഷൂട്ട് ചെയ്തിടുമല്ലോ. അത് എന്നെ ഒന്ന് രണ്ട് ദിവസം ഒന്നും അല്ല, എനിക്ക് ഒരു 1 വീക്ക് അപ്പോ എനിക്ക് തോന്നാം അതിന് മേളിൽ എനിക്ക് ഇത് ഭയങ്കര ഹോണ്ട് ചെയ്ത് ഇതിനെ എനിക്ക് ഭയങ്കര വിഷമമായി. അച്ചിക്കോ എന്ന് പറഞ്ഞ ഒരു പടമുണ്ട്. അച്ചിക്കോ എനിക്ക് ഒന്നാമത് പട്ടീനെ പേടിയാ. ആ പടം കണ്ടിട്ട് എന്റെ കണ്ണുവരെ നിറഞ്ഞു പോയിട്ടുണ്ട്. അന്ന് നമ്മുടെ ഈ ചെറിയ പ്രായത്തിൽ ഇരിക്കുമ്പോ നമ്മൾ ചിന്തിക്കുന്നതൊക്കെ നമുക്ക് ഭയങ്കര സങ്കടങ്ങളൊക്കെ പെട്ടെന്ന് വരും. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. എന്റെ കാര്യം ഞാൻ പറയാം. ഇത് ഭയങ്കര സങ്കടമായി ഈ ഒരു സീൻ കണ്ടിട്ട്. എന്തിനും മമ്മൂക്ക അത് ചെയ്തു. മമ്മൂക്കടുത്തൊക്കെ അവസാനം ദേഷ്യമാണ്. എന്തിനാ എന്ന് അവസാനം ഇങ്ങനെ നമ്മൾ ചിന്തിക്കും. പുതിയ ഇതാൾക്കാരൊക്കെ അല്ലേ ചെയ്ത്, എന്നിട്ട് പുള്ളി എന്തിനാ ചെയ്ത്, കൂടെ നടന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ്. സീരിയസ്ലി അത് ചെറിയ പ്രായം നമ്മൾ കാണുമ്പോഴും ചെറിയ കുട്ടികൾക്കൊക്കെ ഭയങ്കര രീതിയിൽ ഈ ചില സീൻസ് ഒക്കെ ഭയങ്കര ഹോണ്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അത്. നമ്മള് ഈ പറയുന്ന അതുണ്ടല്ലേ ഇപ്പൊ A കാറ്റഗറി ഒക്കെ സെൻസർ ചെയ്ത് വരുന്നത്. മനസ്സിലായില്ലേ? അത് ശരിയാന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ R കാറ്റഗറി എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ കാണുന്നത് ജോൺ വിക്കില. ജോൺ വിക്ക് എനിക്ക് തോന്നുന്നു ഫസ്റ്റും സെക്കൻഡും തിയേറ്ററിക്കൽ റിലീസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. തേർഡ് തുടങ്ങി വന്ന സമയത്ത് R കാറ്റഗറി ആയിട്ടും വരുന്ന പിള്ളേര് 17 കാരണം അവരെ തിരിച്ചു വിടുന്നുണ്ട്. അങ്ങനെ കാരണം അത് ഒരു പരിധി വരെ നല്ല, പക്ഷെ പറയാൻ പറ്റില്ല. ഇല്ലെന്ന് പറയാൻ പറ്റൂല. ഈ മാർക്കോയുടെ മൂവിയുടെ ജസ്റ്റ് ഒരു ഫസ്റ്റ് സ്റ്റിൽ പോസ്റ്റർ വരുമ്പോ സമയത്ത് തന്നെ ഇവര് പറയുന്നുണ്ട് ഇത് മോസ്റ്റ് വയലന്റ് മൂവിയാണ്. പക്ഷെ അവരിങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇപ്പൊ OTT പ്ലാറ്റ്ഫോം ഉണ്ട്. OTT മാത്രല്ല, ഇപ്പൊ ഞാൻ OTT-ലെല്ലാം കാണാന്ന് പറഞ്ഞാലും ഇപ്പൊ നമ്മള് കളിച്ചോണ്ടിരുന്ന ഗെയിമുകളല്ല ഒരു പരിധി വരെ 2010-12 നമ്മള് കളിച്ചോണ്ടത് NFS-ഉം അതൊക്കെ തന്നെയാണ്. പറഞ്ഞ ലുഡോ ഒക്കെ പറയണ്ടേ, അതല്ല ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിംസ് ഒരു പരിധി ഇൻഫ്ലുവൻസ് ആണെന്നുള്ള രീതിയിൽ ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു. കാരണം സിനിമ മാത്രമല്ല, കാരണം നമ്മളെല്ലാത്തിലും ഒരു കാരണം വയലന്റ് മോഡൽ. കാരണം ചില ന്യൂസുകൾ തന്നെ വന്നു. ഞാൻ കണ്ടൊരു ന്യൂസ് ഉണ്ട് കുറച്ചാൾ മുന്നെയാണ്. എന്ന് വെച്ചാൽ അമ്മയുടെ ഫോണിൽ നിന്ന് ഗൂഗിൾ പേ വഴി കാശ് കൊടുത്ത് മറ്റേ PUBG കളിക്കാൻ എന്തോ തോക്ക്
വലിയ തോക്ക് വാങ്ങി എന്നുള്ളൊരു സാധനം പറഞ്ഞു. അത് ബ്ലൂ വെയില്, ബ്ലൂ വെയില്, ജംഗിളി റമ്മി വരെ ഇൻഫ്ലുവൻസ് ചെയ്യാം ആൾക്കാരെ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ മൂവീസിനെ ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ഇപ്പൊ ഭയങ്കര ചർച്ചയായിട്ടുള്ള ഇഷ്യൂ ആണ് മൂവി ഇൻഫ്ലുവൻസ് ആണ്. പക്ഷെ മൂവി ഒരു മെയിൻ മീഡിയ സ്ട്രീം ആയതുകൊണ്ട് ഇതിനെ ആൾക്കാർ കുറച്ചും കൂടി ഇങ്ങനെ ന്യൂസിലൊക്കെ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നുള്ളതല്ലാതെ മൂവീസ് മാത്രമല്ല ഈ പറയുന്ന പല ഫീൽഡുകളിലും ആൾക്കാർ ഇൻഫ്ലുവൻസ് അത് നീ പറഞ്ഞ മൂവി എന്ന് പറഞ്ഞ ഒരു ഗ്ലാമറൈസ്ഡ് ആയിട്ടുള്ള അടിക്കാൻ പറ്റുന്ന ആളാണ്. ചർച്ച ഒരു മൂവിയെ പറ്റി ഒരു ചർച്ചയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ നടിക്ക് സംഭവിച്ചത്, ലിങ്ക് ക്ലിക്ക് ചെയ്യൂ ക്ലിക്കാറില്ല, എന്നാലും ഞാൻ പറഞ്ഞില്ലേ അത് ഒരു നടിക്ക് സംഭവിച്ചോണ്ടാണ്. തലമുറ റെഫറൻസ് അല്ല, തലമുറ പറഞ്ഞില്ല, ഞങ്ങൾ പണ്ട് ചെയ്തൊരു ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, ഞാനിത് പറഞ്ഞു നിങ്ങൾക്ക് എന്തിനാ ഞാൻ പൈസ തരുന്നേ, അതാണ് പറഞ്ഞത്. അപ്പൊ ഇതൊരു ആൾക്കാരിലേക്ക് എത്തും ഈ ന്യൂസ്. അപ്പൊ ഇതാണ് ഈ ആൾക്കാർ. പക്ഷെ നമ്മൾ വിചാരിക്കാൻ അപ്പുറം പല കാര്യങ്ങളിലേക്ക് ആൾക്കാര് ഇൻഫ്ലുവൻസ് ആയിട്ട് അത് നല്ല രീതിയിൽ എടുക്കുന്നവരുണ്ട്, ചീത്ത രീതിയിൽ എടുക്കുന്നുണ്ട്. അപ്പം എനിക്കൊരു സിനിമ മാത്രമായിട്ട് പറയാൻ പറ്റില്ല. ഇൻഫ്ലുവൻസിന്റെ ഒരു പരിപാടി അങ്ങനെയാണ്. നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഒരു ട്രിഗറിങ് പോയിന്റ് ഉണ്ടെങ്കിൽ അത് സിനിമയല്ല എന്താണെങ്കിലും അത് ട്രിഗർ ചെയ്യും. അതല്ലാതെ ഇത് കണ്ടുകൊണ്ട് ഒരാളെങ്കിൽ ഇപ്പൊ ദൃശ്യം മോഡൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദൃശ്യം മോഡലിന് മുന്നെയാണ് എനിക്ക് തോന്നുന്ന ഒരു ഓൾറെഡി പണ്ട് വന്ന ഒരു ടാറിന്റെ അകത്ത് ഒരാളെ സിമെന്റിന്റെ അകത്ത് ഉള്ള ഒരു കൊലപാതകം ഉണ്ടായിരുന്നു ഇവിടെ നമ്മുടെ അടുത്തൊക്കെ. പക്ഷെ മോഡലുകൾ അപ്പൊ അതും നീ പറഞ്ഞ പോയിന്റ് കറക്റ്റാ. ദൃശ്യം മോഡൽ എന്ന് പറയുമ്പോൾ ആ ന്യൂസിന് വാല്യൂ അതാണ്. അല്ലാതെ സിനിമ കുറച്ചുള്ള മുന്നേ ഉണ്ടായിരുന്നല്ലോ എവിടെ ഒരു അതായിരിക്കില്ല ഇങ്ങനെയൊക്കെ പറയാം. സെപ്റ്റിക് ടാങ്കിന്റെ സെപ്റ്റിക് ടാങ്കില് ഇതുപോലെ ഒരു വൈഫിനെ ഭർത്താവ് കൊന്നിട്ട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് വേ ബിഫോർ ദൃശ്യത്തിന് മുന്നേ പറയുന്നത് ദൃശ്യം മോഡൽ കൊലപാതകമായിരുന്നു ന്യൂസിൽ. അതില്ല, പക്ഷെ അങ്ങനെയായിരുന്നു ന്യൂസിലൊക്കെ വന്നിരുന്നത്. എങ്ങനെ ദൃശ്യം മോഡലിലായിരുന്നു ന്യൂസിൽ വന്നോണ്ടിരുന്നത്. ഒളിപ്പിച്ചു അതാ പറയേ, ഒളിപ്പിച്ചു വെച്ചതിനെ അവര് പറഞ്ഞോണ്ടിരുന്ന എന്താണെന്നറിയോ, 12 മണി കഴിഞ്ഞിട്ടുണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഉറക്കം വരുന്നുണ്ട്. അതിന്റെ ഒരു ബുദ്ധിമുട്ടിലാണ് ബെവിൻ ഇങ്ങനെ പക്ഷെ സെപ്റ്റിക് ടാങ്ക് ദൃശ്യവും കുഴഞ്ഞില്ല. ആൾക്കാർ ചോദിക്കില്ലേ അഴുക്ക് ചെറുക്ക് ഞങ്ങളും കൂടെ ഇതായി പോയി. എന്ത് നടക്കണത് നന്നായി. ഞങ്ങള് പറയാൻ വേറൊന്നല്ല, സിനിമ മാത്രല്ല ഇൻഫ്ലുവൻസ്. ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ ജംഗ്ലി റമ്മി ഞങ്ങൾ നേരത്തെ പറഞ്ഞ ജംഗ്ലി റമ്മി കാണിക്കുന്ന ഇപ്പൊ ഡ്രീം ലെവൽ അല്ലെങ്കിൽ എത്രയോ സാധനങ്ങള് അഡ്വർടൈസ്മെന്റ് ഇൻഫ്ലുവൻസ്. അല്ല, ഇപ്പൊ പൊളിറ്റിക്സിൽ നടക്കുന്ന ഇഷ്യൂസ് ഒക്കെ ഇല്ലേ, ഈ മേഡേഴ്സ് ഒക്കെ നടക്കുന്നില്ലേ, അതിന്റെ ഒരാള് അതിന് റിവെഞ്ച് എടുത്തതിന്റെ വീഡിയോ പോസ്റ്ററൊക്കെ ഷെയർ ചെയ്ത് ആൾക്കാർ മറ്റേ വലിയ ഈ BGM ഒക്കെ ഇട്ടിട്ട് അതൊക്കെ കാണിക്കുന്ന പറഞ്ഞാലും ഇത് പൊളിറ്റിക്സിന് ഇൻഫ്ലുവൻസ് ആണ് ആൾക്കാര്. ഒരു ഗുണ്ടയുടെ വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരുന്നില്ല, എനിക്ക് ഗുണ്ടയുടെ പേര് അല്ലാതെ ഒരു സെൻസേഷനാ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണ് അത്. ആൾക്കൊരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈല്, അതിന്റെ ഇടയിൽ കമന്റ്സ് വരുന്ന തന്നെ ആ ചേട്ടന്റെ ഫാനാണ്. ഫാൻഡം എങ്ങനെയാണെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അതിന് സിനിമ തന്നെയാണ്, സോഷ്യൽ മീഡിയ ആയതുകൊണ്ട്. അപ്പൊ സിനിമയുടെ പൊക്കത്തേക്ക് എപ്പോഴും വരുന്നത് എന്താന്ന് വെച്ചാൽ അതൊരു ഗ്ലാമറസ് വേൾഡ് ആയതുകൊണ്ട് അടിക്കാൻ എളുപ്പമാണ്. ഒരു ന്യൂസാണ് സെപ്റ്റിക് ടാങ്ക് ദൃശ്യം മോഡൽ എളുപ്പമാണ്. ഉറക്കം വരുന്നുണ്ട് അല്ലേ ചെറുതായിട്ട്. 12 ഇവന് ലേറ്റ് ആയതുകൊണ്ടാണ്. 11:30 ഇങ്ങനെ സംസാരിച്ചാലോ എന്ന് വിചാരിച്ചു. പക്ഷെ സെപ്റ്റിക് ടാങ്കിൽ പോകുന്നതാണ് വിചാരിച്ചത്. ഇനി കൺഫ്യൂസ്ഡ് ആവും. പക്ഷെ നമുക്ക് ഒരു കാര്യം പറയാല്ലേ, നമുക്ക് സിനിമ മാത്രമല്ല ഈ ഒരു ഇവിടുത്തെ ഈ സിറ്റുവേഷൻ ഇൻഫ്ലുവൻസ് ആവുന്നത് എന്നുള്ളത് എന്താ അഭിപ്രായം? നീ ഇത്ര കാര്യമുള്ള ഒരു ചോദ്യം ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാ അല്ല, ഒരു അഭിപ്രായം പറഞ്ഞോ. ചോദ്യം ഇത്രേ ഉള്ളൂ, സിനിമ മാത്രമാണോ ഇൻഫ്ലുവൻസ് ആവുന്നത്? അതിന് യോജിക്കുന്നുണ്ടോ? സിനിമ മാത്രമല്ല പല കാര്യങ്ങളും. അപ്പൊ നീ രാജാവ് കൊണ്ടൊരു ചീത്ത പറഞ്ഞ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അത് തന്നെ ബ്ലൂ വെയില് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് പണ്ട്. അതുപോലെ കുട്ടികളെ മാത്രമല്ലേ, അതിനകത്ത് ഏജിലൊന്നും അല്ല, എല്ലാ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യും. സിനിമ മാത്രമല്ല,
സിനിമ മാത്രമല്ല എനിത്തിങ് എൽസ് എവറിത്തിങ്. ഇനി അതൊക്കെ ഇംഗ്ലീഷ് ഇന്നെ ട്രോളാൻ വേണ്ടിയിട്ട് ഇരിക്കാണ്. ഞങ്ങള് അപ്പൊ ഉറക്കം വന്ന് മര്യാദക്ക് ഉറങ്ങാൻ പോയി കിടന്ന് എന്നെ ഷൂട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുത്തിട്ട് നീ വന്ന വലിയ കാര്യം. ആ, അതെ, അതെ. Thanks, baby. അപ്പൊ ഇന്നത്തെ തോന്നിയിരുന്ന എല്ലാരും ഉറക്കും, ഇവല്ലെങ്കിൽ ഇവന് ഉറക്കും. അതുകൊണ്ട് ഞാൻ അവിടെ ഒരു കഥയൊക്കെ പറഞ്ഞു. പുള്ളിക്ക് ഈ മനസ്സിൽ നിന്ന് കൈയെത്തുന്നില്ല. പുള്ളി ആകെ ഇച്ചിരി സാച്ചുറേറ്റഡ് ആണ്. കുറച്ചു ഞങ്ങളാരേട്ടാ ചോദിക്കേണ്ടി വരും. ഒരു ആപ്പിളെ കൊടുക്കേണ്ടി വരും. അതിന് ഞങ്ങള് വൈൻഡ് ഓറഞ്ച് ഉണ്ട് കഴിയും കുറച്ച് കണ്ണിലത്തേക്ക്. അപ്പൊ ഞങ്ങളിത് വൈൻഡപ്പ് ചെയ്യാണ്. അങ്ങനെ 3rd എപ്പിസോഡായി. ഞങ്ങൾ കാണുന്ന 100 പേരുടെ കുറെ ആള് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഗുഡ് നൈറ്റ്. രാക്ഷസ രാജാവ്.